ഏറെ പ്രതീക്ഷയോടെയാണ് കൊച്ചി നഗരം മെട്രോ റെയിലിനായി കാത്തിരിക്കുന്നത്. ഗതാഗത കുരുക്കില്ലാതെ സുഖകരമായ യാത്രയ്ക്കായി കാത്തിരിക്കുകയാണ് നഗരം. 1.5 കോടി വിലയുള്ള ഹമ്മർ H2-വിൽ കൊച്ചി നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന പ്രമുഖ വ്യവസായി ബാബു ജോൺ. നഗരത്തിലെ ഗതാഗത കുരുക്കിൽ മനം മടുത്ത ബാബു ജോണും മെട്രോ റെയിലിനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് സുഖമായി യാത്ര ചെയ്യാൻ, സമയത്ത് എത്തേണ്ടിടത്ത് എത്താൻ. നല്ല രസമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം മെട്രോയ്ക്ക് ഒരു പുരോഗതി വരണ്ടേ. നമ്മളും നമ്മുടെ സ്വന്തം വാഹനത്തിൽ മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പുരോഗതി ഉണ്ടാവില്ല. കുറച്ച് സമയം നമ്മുടെ വണ്ടി യാത്ര ചെയ്യുക, പറ്റുന്നിടത്തോളം മെട്രോയിലൊക്കെ യാത്ര ചെയ്യുക. പെട്രോൾ എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ വണ്ടിക്ക് പെട്രോൾ എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ മെട്രോയിൽ സഹകരിക്കും. സുരക്ഷിതത്വവും സുഖകരമായ യാത്രയും ഉറപ്പെങ്കിൽ കാർ ഉപേക്ഷിച്ച് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തയ്യാറുള്ളവരാണ് നഗരവാസികളിൽ ഏറെയും. സൗകര്യപ്രദമായ യാത്ര വരുവാണെങ്കിൽ ഇപ്പോഴത്തെ പെട്രോളിന്റെ ഒക്കെ വില കൂടെ കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മെട്രോ വന്നാൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ശരിക്കായിട്ടും യാത്ര ചെയ്യും. പ്രത്യേകിച്ച് ഈ ബ്ലോക്കൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലൊരു വഴിയായിട്ട് കണ്ടെത്തുന്നു. ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമേകുമെങ്കിൽ മെട്രോ റെയിലിനായി കുറച്ചു ദിവസം ബുദ്ധിമുട്ടുകൾ സഹിക്കാനും നഗരം തയ്യാറാണ്. കുടുംബം അടക്കം ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഈ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാമല്ലോ. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കുടുംബസമേതം ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. 10-15 വർഷമെടുത്ത് പാലവും റോഡും പണിയുന്ന നാട്ടിൽ സമയബന്ധിതമായി മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കാനാകുമോ എന്ന ആശങ്കയും നഗരവാസികൾക്കുണ്ട്. എങ്കിലും മെട്രോ റെയിൽ കൊച്ചിയെ കൂടുതൽ സ്മാർട്ടാക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പ്. മനോരമ ന്യൂസ്, കൊച്ചി.